അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരിച്ചവരുടെ DNA പരിശോധനാ ഫലം വൈകുന്നു. പരിശോധന വേഗത്തിലാക്കാൻ 160 വിദഗ്ധരെ നിയോഗിച്ചു. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ തെരച്ചിൽ തുടരുകയാണ്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ശരത് ലാലുണ്ട്. ശരത്ത്, ഒരുപക്ഷെ തിരച്ചിൽ ഇന്നും പുരോഗമിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം ഈ മരിച്ചവരെ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇന്ന് എങ്ങനെയാണ് പുരോഗമിക്കുക, എങ്ങനെയാണ് ഇപ്പോൾ ഈ പരിശോധന ക്രമീകരിച്ചിരിക്കുന്നത്? ഗൗതം, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഗ്രൗണ്ട് സീറിലാണ്. അതായത് ഇവിടെ തൊട്ട് പിറകിലാണ് ഈ വിമാനം ഇടിച്ചിറങ്ങിയത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോഴും രാവിലെ തന്നെ പരിശോധന തുടങ്ങിക്കഴിഞ്ഞു. വളരെ പ്രധാനപ്പെട്ട പരിശോധനയാണ് ഇന്ന് നടക്കുന്നതെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. കാരണം എയ്റോപ്ലെയിൻ ആക്സിഡന്റൽ ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ AAIB യുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പരിശോധന. പൂർണ്ണ രൂപത്തിൽ പോലീസിൽ നിന്നും അതുപോലെ തന്നെ മറ്റു പല ഏജൻസികളിൽ നിന്നൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഇപ്പോൾ AAIB ആണ് അന്വേഷണത്തിന്റെ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. ഇന്നലെ രാവിലെ മുതൽ തുടങ്ങിയ അന്വേഷണം ഏജൻസി ഉദ്യോഗസ്ഥർ ഇന്നും തുടരുകയാണ്. കാരണം വിമാനത്തിന്റെ എല്ലാ ഭാഗങ്ങളും അതേപോലെ തന്നെ ഹോസ്റ്റൽ റൂമുകൾ പൂർണ്ണമായിട്ട് വെക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയുള്ള എല്ലാവരെയും, ഈ ക്യാമ്പസിലുള്ള മുഴുവൻ പേരെയും ഇന്നലെ തന്നെ AAIയുടെ നിർദ്ദേശപ്രകാരം മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. ഇവരുടെ വസ്തുവകൾ, അതായത് വസ്ത്രങ്ങൾ മാത്രമാണ് പുറത്തേക്ക് കൊണ്ടുപോകാൻ അനുവദിച്ചിട്ട് മറ്റു ഭാഗങ്ങളൊക്കെ തന്നെ AAI പരിശോധിക്കുകയാണ്. അതേപോലെ തന്നെ ഇപ്പോൾ 19 പേരുടെ DNA പരിശോധന ഫലമാണ് വന്നിരിക്കുന്നത്. 19 പേരും വിമാന യാത്രക്കാരാണ്. AI-171 യാത്രക്കാരുടെ 19 പേരുടെ മൃതദേഹങ്ങളാണ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. അതുപോലെ 9 മൃതദേഹങ്ങൾ വിട്ടുകൊടുത്തു. ഈ 9 മൃതദേഹങ്ങൾ DNA തിരിച്ചറിവിലുള്ള മൃതദേഹങ്ങളല്ല. അതായത് ബന്ധുക്കൾക്ക് തിരിച്ചറിയാൻ പറ്റിയ മൃതദേഹങ്ങളാണ് വിട്ടുകൊടുത്തിരിക്കുന്നത്. ഇതിൽ 9 പേരിൽ 8 പേരും റെസിഡൻസ് ഡോക്ടർമാരുടെ മൃതദേഹങ്ങളാണ്, അതായത് ഹോസ്റ്റലിലുള്ള ഡോക്ടർമാരുടെ മൃതദേഹങ്ങളാണ് വിട്ടുകൊടുത്തത്. ഒരു മൃതദേഹം ഡോക്ടറുടെ ഭാര്യയുടേതുമാണ്. ഇത്രയാണ് നമുക്ക് ഇപ്പോൾ ഏറ്റവും പുതിയ വിവരമായി പറയാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഇന്ന് നടക്കുന്ന പ്രധാനപ്പെട്ട പരിശോധനകൾ, ഈ ബാഗുകൾ, അതായത് ദുരന്തത്തിനിരയായുടെ ബാഗുകൾ NSC സ്കാൻ ചെയ്യുന്ന നടപടികളാണ് ഇപ്പോൾ നമുക്ക് പിറകിൽ നടക്കുന്നത്. ബാഗുകൾ അത് ശേഖരിക്കുകയും ബാഗുകൾ NSC സ്കാൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ബാഗുകളിൽ എന്തൊക്കെയും സ്ഫോടക വസ്തുക്കൾ ഉണ്ടാവാമുണ്ടോ അല്ലെ തുടങ്ങിയ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ബാഗുകൾ ഇപ്പോൾ സ്കാൻ ചെയ്ത ബാഗുകൾ AAIBയെ ഏൽപ്പിക്കുന്നു. അവർ ക്ലിയർ ചെയ്ത ശേഷം മാത്രമേ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുള്ളൂ. ബന്ധുക്കൾക്ക് ലഗേജ് തിരിച്ചറിയാനുള്ള വഴി, അതായത് ഇപ്പോൾ ടാഗുകളും ആരുടെ ബാഗേജാണെന്നുള്ള തിരിച്ചറിയാൻ പോലും പറ്റാത്ത രീതിയിലാണ് ഗൗതം പലതും കത്തിക്കരിച്ചിട്ടുണ്ട്. ഏതായാലും 19 പേരുടെ മൃതദേഹങ്ങൾ DNA ടെസ്റ്റിലുണ്ട്. നമ്മളെ മലയാളി നഴ്സിന്റെ രഞ്ജിതയുടെ DNA പരിശോധന ഫലം വൈകുമെന്നാണ് നമുക്കിപ്പോൾ പറയാൻ പറ്റുന്നത്. ഗൗതം, തീർച്ചയായിട്ടും ശരത്തിലാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇപ്പോൾ ഈ DNA പരിശോധനാ ഫലമാണ് ഏറ്റവും നിർണായകരമായ പരിശോധന ഇപ്പോൾ നടക്കുന്നത്. ഒപ്പം ബാഗേജുകൾ പരിശോധിക്കും. ബാഗേജുകളിൽ സംശയാസ്പദമായ രീതിയിൽ എന്തെങ്കിലും ഉണ്ടോ എന്നത് സംബന്ധിച്ചാണ് പരിശോധന നടക്കുന്നത്. ഡൽഹിയിൽ നിന്നും ശരത് ലാലാണ് ഇപ്പോൾ ഈ വിവരങ്ങൾ പങ്കുവച്ചത്.